ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും തന്നെ നിലവിളക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. നിലവിളക്ക് കാണാനായിട്ട് ഒരു ഐശ്വര്യം തന്നെയാണ്. ഹൈന്ദവ ആചാരപ്രകാരം ഏതൊരു മംഗളകർമ്മം നടക്കുമ്പോഴും നിലവിളക്ക് കൊളുത്തിയിട്ടാണ് ആ മംഗളകർമ്മം ആരംഭിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കും എല്ലാം നിലവിളക്കിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് നിലവിളക്ക്. എന്തുകൊണ്ടാണ് നിലവിളക്കിന് ഇത്രയധികം പ്രാധാന്യമേറിയത്? ഹൈന്ദവ ആചാരപ്രകാരം ഒരു നിലവിളക്കിൽ അനേകായിരം ദേവീദേവന്മാരടങ്ങിയ ഒരു ദേവസങ്കല്പമാണ് നിലവിളക്ക്. നിലവിളക്കിന്റെ അടിഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മാവാണെന്നാണ്. നിലവിളക്കിന്റെ തണ്ടുഭാഗം മഹാവിഷ്ണുവും മുകൾ ഭാഗം മഹാദേവനും, നാളം ലക്ഷ്മി ദേവിയും, പ്രകാശം സരസ്വതി ദേവിയും, നാളത്തിന്റെ ചൂട് പാർവതി ദേവിയും, എണ്ണ വിഷ്ണുദേവനും, തിരി മഹാദേവനും എന്ന ഒരു അനേകായിരം ദേവീദേവന്മാരടങ്ങിയ ഒരു ദേവസങ്കല്പമാണ് നിലവിളക്ക്. അതുകൊണ്ടാണ് ഹൈന്ദവ ആചാരപ്രകാരം നിലവിളക്കിന് ഇത്രയും പ്രാധാന്യം.